എത്ര കാലമായത് പറയാൻ ഞാൻ കൊതിക്കുകയാണ്. എത്ര തവണ ഞാൻ ഉസ്താദിനെ വിളിച്ചു, പക്ഷേ ഉസ്താദ് ഫോൺ എടുത്തില്ല. പക്ഷേ അവിചാരിതമായി ഉസ്താദിന്റെ വീട്ടിലേക്ക് കയറി വരുന്നു. എന്നോട് ചോദിക്കുന്നു മദീനത്തേക്ക് പോകണ്ടേ? മാഷാ അല്ലാഹ്. അങ്ങനെ ആ ഉമ്മ പറയുകയാണ്, മദീനയിൽ വെച്ച് മരിക്കണമെന്നതാണ് എന്റെ ആഗ്രഹം. ഉസ്താദേ, മദനീയം കൊണ്ട് കിട്ടിയ ഗുണങ്ങളാണ്. അല്ലാഹുവേ, ഹൃദയം മദീനയിലേക്ക് കൊണ്ടുപോകണം. മൻസാറനി മുതഅമ്മിദൻ കാന മഈ ഫീ ജിവാരി യൗമൽ ഖിയാമ. നല്ല മനസ്സോടെ, നല്ല ഖൽബോടെ, നല്ല ഹൃദയത്തോടെ, ഒരു ചുമരിന്റെ അപ്പുറത്ത് എന്റെ റസൂലുള്ളാഹിയുണ്ട് എന്ന പൂർണ്ണമായ ബോധത്തോടെ ഒരാള് മദീനയിൽ ചെന്നാൽ, മുത്തു റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്താൽ, അവര് നാളെ മഹ്ശറ വൻസഭയിൽ എന്റെ തണലിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ സാമീപ്യം നാളെ മഹ്ശറ വൻസഭയിൽ കിട്ടണോ? ദുനിയാവിൽ അവിടത്തെ ഒന്ന് സിയാറത്ത് ചെയ്യണം. സിയാറത്ത് ചെയ്യേണ്ട രൂപത്തിൽ അദബിലും ബഹുമാനത്തിലും ചെയ്യണം. ഒരു പവൻ വിറ്റാൽ മതി ഇന്ന്, അല്ലേ? മദീനത്തേക്ക് എത്താൻ വലിയ പണിയൊന്നുമില്ല. ഒറ്റ പവൻ വിറ്റാൽ മതി. കുറെ ഉണ്ടാവും എടുത്തു വെച്ച പവനുകള്. ഒരു പവൻ വിറ്റാൽ മദീനയിലെത്താം. ആ രൂപത്തിൽ അല്ലാഹു നമുക്ക് വലിയ എളുപ്പം ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മദീനയിലേക്ക് പോകണം. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യണം. തെറ്റ് ചെയ്ത ആളുകൾ എന്താ ചെയ്യേണ്ടത്? പാപങ്ങൾ ചെയ്തവരെന്താ ചെയ്യേണ്ടത്? പാപങ്ങൾ പൊറുക്കപ്പെടിക്കാനുള്ള വഴിയാണ്. നബിയേ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ അടുക്കലേക്ക് വരണം നബിയേ. മുത്തു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോകണം. വലൗ അന്നഹും യളലമു അൻഫുസഹും, തെറ്റ് ചെയ്ത ആളുകൾ ജാഊക, അവർ തങ്ങളുടെ അടുക്കലേക്ക് വരണം നബിയേ. എന്നിട്ടോ അല്ലാഹുവിനോട് ഒരു പാപമോചനത്തെ ചോദിക്കണം. മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് അല്ലാഹുവിലേക്ക് കൈകൾ നീട്ടണം. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുമേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഇരിക്കാം. ഉറക്കൊക്കെ വരുന്നുണ്ടാവും ചില ആളുകൾ. നല്ല കാലാവസ്ഥയാണ്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, അല്ലേ? ബിസ്മില്ലാഹ്. ഇനി ഇരിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടന്ന് നമ്മൾ തിരിയാം. അഥവാ ഈ കാക്കടവ് എന്ന് പറയുന്ന നാട്, ഈ കാക്കടവ് എന്ന് പറയുന്ന നാട് അൽഹംദുലില്ലാഹ് ഒരുപാട് നല്ലവരായ മുഅ്മിനീങ്ങൾ, മുത്തു മുഅ്മിനാത്തുകളും മുത്തു മുഅ്മിനീങ്ങളും ഒക്കെ